സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പുമായി കോഴിക്കോട് താമരശ്ശേരി രൂപതകൾ രംഗത്ത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലും കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം പോലും എത്തിക്കാത്ത സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് താമരശ്ശേരി ബിഷപ്പ് തുറന്നടിച്ചു. എയ്ഡഡ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാരിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു കോഴിക്കോട് ബിഷപ്പിന്റെ ആവശ്യം. എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ വേതന വിഷയമുയർത്തി സഭ നടത്തിയ സമരമുഖത്തായിരുന്നു സർക്കാരിന് ബിഷപ്പുമാരുടെ രൂക്ഷമായ വിമർശനം. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ തുറന്നടിച്ചു. വേണ്ടിവന്നാൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരമിരിക്കുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഈ ഇലക്ഷൻ അടുത്തു വന്ന് നിൽക്കുമ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ഏറ്റവും അതീവ ശ്രദ്ധയോടുകൂടി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റേത് ചിറ്റമ്മ നയവും നിരുത്തരവാദിത്തപരവുമാണെന്നായിരുന്നു കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലന്റെ നിലപാട്. എത്രയും വേഗം ഇതിൽ ഇടപെട്ട് ഇവർക്ക് പണം കൊടുക്കുവാനുള്ള സൗകര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനൊക്കെ വരികയാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് അധികം കാലം ഉണ്ടാകില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിഷപ്പുമാർ നൽകിയ മുന്നറിയിപ്പ് സർക്കാരിന് കടുത്ത തലവേദനയാകും വരും ദിനങ്ങളിൽ സൃഷ്ടിക്കുക. റിപ്പോർട്ടർ, കോഴിക്കോട്.